ഒരു കല്യാണം നടത്താൻ മുസ്ലിം പള്ളിയിലായാലും ക്രിസ്ത്യൻ പള്ളിയിലായാലും അമ്പലത്തിലായാലും ഒരുപാട് റൂൾസ് ഉണ്ടല്ലോ. ആ റൂൾസിൻ്റെ കൂടെ ഒരു റൂൾസും കൂടി നിർബന്ധമാക്കിയേ ഇനി മതിയാവൂ. അതായത് ഒരു മാസത്തിനുള്ളിൽ പയ്യൻ്റെ ലഹരി ടെസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് കൂടെ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ ഇവർ ഇതിന് കല്യാണത്തിന് മുൻകൈ എടുത്ത് നടത്തി കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ എന്താണ് ഇതിൽ ചെയ്യുക? കഴിഞ്ഞ ജനുവരിയിൽ കല്യാണം കഴിഞ്ഞ പെൺകുട്ടി 8 മാസം ആകുമ്പോഴേക്ക് പയ്യൻ പൂർണ്ണമായും ലഹരിക്ക് അഡിക്റ്റാന്ന് മനസ്സിലാക്കി കുടുംബത്തിനോട് പറയാൻ പറ്റാതെ കൂട്ടുകാരികളോടൊക്കെ പറഞ്ഞ് ആത്മഹത്യയിലേക്ക് നേരിക്കാണ്. പൊന്നുമോളെ റിസ, നിനക്കുള്ള നീതി ഞങ്ങളൊക്കെ എത്രത്തിൽ ഉച്ചയിട്ട് സംസാരിച്ചാലും എങ്ങനെ വാങ്ങിത്തരാൻ പറ്റുമെന്നറിയില്ല. ഈ വാർത്ത കേട്ടിട്ട് ആകെ ചങ്ക് പൊട്ടിയിരിക്കുന്ന അവസ്ഥയായിട്ടുള്ളത്. രക്ഷിതാക്കളോട് പറയാനുള്ളത്, നമ്മൾ ഷോപ്പൊക്കെ ഒരാളെ ഇൻ്റർവ്യൂ വിളിക്കുമ്പോൾ അടക്കം ആളുടെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെ കാര്യങ്ങൾ ട്രെയിനിങ് ഒക്കെ നോക്കി ഒരാളെ എടുക്കുക. ഈ ഒരു സമയം പോലും സ്വന്തം മകളെ കെട്ടിച്ചു വിടാൻ നോക്കുമ്പോൾ നിങ്ങൾ എടുക്കണില്ല എന്നുള്ള ഒരു ഹാജിയുടെ മകൾ വലിയ തറവാട്ടിയർ ഇന്ന ഹാജിയർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കെട്ടിച്ചു വിടാം. അത്തരത്തിൽ ചെയ്യരുത്. പയ്യൻ്റെ ക്വാളിറ്റി കൃത്യമായി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ അതിലേക്ക് കടന്നാൽ മതി. അതുപോലെ പെൺകുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും ഇത്തരം ഒരു വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു ആത്മഹത്യയിലേക്ക് ഒരിക്കലും നീങ്ങല്ല. ലോകം വളരെ വിശാലമാണ്. ഇതിനേക്ക് പുറത്ത് കടന്ന് ഇനിയൊരു ലോകത്തേക്ക് ജീവിച്ച് മുന്നേറാൻ വേണ്ടി പറ്റും. അതിന് സോഷ്യലായിട്ട് നിൽക്കുന്ന വ്യക്തികളെ കണ്ടിട്ടോ ഏതൊരു തരത്തിൽ നിങ്ങൾ അതിലേക്ക് പുറത്ത് വരണം. നിങ്ങൾ അവിടെ തന്നെ ജീവിക്കുമ്പോൾ ഈ ലോകം ചെറുതാണെന്ന് തോന്നിപ്പോവും. ഒരിക്കലും നിങ്ങൾ ആത്മഹത്യയിലേക്ക് നിങ്ങൾ പിടിച്ചു നിൽക്കണം.